ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഒരു വൈറ്റ് സോസ് ചിക്കനാണ് കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ഇഷ്ടമല്ലേ, ചിക്കൻ്റെ ഒരു വെറൈറ്റിയൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടമല്ലേ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തി, പൂരി, അതേപോലെ അപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. നമുക്ക് ഇനി വീട്ടിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ വെയിറ്റ് ചെയ്യുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇത് എല്ലോട് കൂടിയും എല്ലില്ലാതെയൊക്കെ എടുക്കാം കേട്ടോ, നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം, നമുക്ക് പുരട്ടി വെക്കണം. അതിന് വേണ്ടി അല്പം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കുരുമുളകും പെരിഞ്ചീരകവും കൂടെ ഒന്നിച്ച് പൊടിച്ചത്, അതൊരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങയുടെ നീര് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ വറുക്കാൻ എടുക്കുകയാണ്. വറുക്കാൻ എടുക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ഒലിവ് ഓയിലായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഷസിനൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതേപോലെ ചെറുതായിട്ട് പുറം ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ചിക്കൻ നല്ല ജ്യൂസി ആട്ടോ. വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരായാലും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനെല്ലാം പാനിൽ നിന്ന് മാറ്റിയ ശേഷം ഇതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചിക്കനിലേക്ക് വേണ്ടിയുള്ള വൈറ്റ് സോസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബട്ടർ നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡിലാകും വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവർ ആണ്. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി, വൈറ്റ് സോസ് ഗ്രേവി നല്ല കുറുകി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്ര കുറുകി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു 1-1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കോൺഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഒരു 1.5 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് കുറച്ച് ചേർത്ത് നമുക്ക് കോൺഫ്ലവറുമായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം മുഴുവൻ പാലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം പാലിനി പോരാന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചൂടുവെള്ളം കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. അപ്പം നമുക്ക് ഈ ഗ്രേവി ഒരുപാട് തിക്കും അല്ല ഒരുപാട് ലൂസും അല്ല, ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ നമുക്ക് കുരുമുളകും പെരിഞ്ചീരകം കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും ചേർത്ത് മിക്സ് ആക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് കുറുകി വരും, നമ്മൾ കോൺഫ്ലവർ ചേർത്തതല്ലേ, അപ്പം ഗ്രേവി പെട്ടെന്ന് കുറുകി വരും. അതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് എടുത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഗ്രേവി ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഞാനിന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പിന്നെ കുറച്ച് മുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഈ മല്ലിയിലയും അതേപോലെ മുളക് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം സോസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ പിള്ളേർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയോടൊപ്പം കഴിക്കാനാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി മാത്രമല്ല, പൂരി, അപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ. ഇപ്പോൾ ചോറിൻ്റെ കൂടെ അധികം പോകത്തില്ല, എന്നാൽ തന്നെയും ബാക്കി നമുക്ക് പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.